Good morning, assalamu alaikum, and welcome back to my channel. I think, by the way, ഇന്ന് സൺഡേ ആണ്. ടുഡേയ്സ് ഡേറ്റ് നോക്കട്ടെ കേട്ടോ, 15th 18th ഓർ 19th നോമ്പ് സ്റ്റാർട്ടാണ്. ഇനി നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തുടങ്ങാനാ. അപ്പോൾ ഐ ഹാഡ് തോട്ട് ഇന്ന് സൺഡേ ആയ സ്ഥിതിക്ക് ഇന്ന് കൊറിയർ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് അപ്പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നലെ ഷൂട്ട് ഞാനൊരു 2-3 പെരുന്നാളിൻ്റെ ഡ്രോപ്പ് ഞാൻ 2-3 ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ ഇട്ടതിന് ഒടുക്കത്തെ എൻക്വയറീസും സെയിൽ എന്നാണ് പറയുന്നത്. വെബ്സൈറ്റിലും കുറേ സെയിലായി, പിന്നെ വാട്സാപ്പിലും സെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിലാണ് എല്ലാവരും. നാളത്തേക്ക് വെച്ചാൽ ഭയങ്കര ടഫായി പോകും. അപ്പോൾ ഐ തോട്ട് ഓർഡർ വരുന്ന പോലെ നിങ്ങൾ പാക്ക് ചെയ്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദേ ആർ പാക്കിങ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്താ പറയുക, പാക്ക് ചെയ്തോട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ബിക്കോസ് അത് അവർ ചെയ്തോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പണികളിവിടെ നടക്കട്ടെ എന്ന്. ബിക്കോസ് 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത കാര്യമൊന്നും നടന്നിട്ടില്ല. ഒരു ലോഡ് തുണിയൊക്കെ മടക്കാനുണ്ട് ആൻഡ് ഹാവ് ടു ക്ലീൻ ദ അപ്പ് സ്റ്റെയർ. എന്നിട്ട് വേണം താഴെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ. നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, വാഷ്റൂമൊക്കെ കഴുകാനുണ്ട്, അങ്ങനെ എല്ലാ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഇന്നലെ ഡിന്നർ കഴിച്ചിട്ടില്ല, ഇത്ര പിസ്ത കഴിച്ച്. നൈറ്റ് ഇന്നലെ ഡിന്നർ കഴിക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ബാക്കി ഇന്നലെ കഴിച്ച് വെച്ചതിൻ്റെ ബാക്കിയാണിത്. ഇത് ബേബിയുടെ ഫ്രണ്ട്സ് ചൈന ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ വ്ളോഗ്, അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് നല്ല പിസ്ത. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലീനിങ് ഫോർ റംദാനിൻ്റെ ഡെയിലി ക്ലീനിങ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഡെയിലി നമ്മൾ അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ചെയ്യുള്ളൂ. ഇന്ന് കുറച്ച് ഡീപ്പായിട്ട് ചെയ്യണം. ആൻഡ് ഐ ഹോപ്പ് എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എനിക്ക്, ബിക്കോസ് വ്ളോഗ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു പ്രോപ്പർ ആവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഗ്ലിംസൊക്കെ കാണിക്കാൻ അല്ല അപ്ഡേറ്റ് ചെയ്യൂ. ഇന്നൊന്ന് ഡീപ്പായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഐ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ റംദാൻ. ഐ എം വെരി 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 ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മന്താണ്. എന്തോ ഭയങ്കര ഒരു ഡിവൈൻ ഫീലാണ്, ഭയങ്കര ഒരു ഡിവൈൻ ഫീൽ കയറി വരും ആ ഒരു മാസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാസമാണ് ഈ 12 മാസത്തിൽ. ഐ ലവ് റംദാൻ മന്ത്. അത് ചെറുപ്പത്തൊട്ടേ എൻ്റെ പപ്പ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു അതാബ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ റംദാൻ മാസം അല്ലെങ്കിൽ ഈ ഖുർആൻ ഓതുന്നതിനെ പറ്റിയാവട്ടെ. ആൻഡ് ഹീ യൂസ് ടു സേ ലോട്ട്സ് ഓഫ് ഇങ്ങനെ കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറുതിരിക്കുമ്പോൾ ഇരുത്തിയിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫീല് നമുക്ക് ഉണ്ട്, മനസ്സിലായില്ല. അപ്പോൾ ഈ റംദാൻ മാസമൊക്കെ ആകുമ്പോൾ അതിങ്ങനെ കുറച്ചുകൂടെ ഇതായി വരും. ഐ ഹോപ്പ് നിങ്ങളെ പേരൻസിലും ഉണ്ടാവും അങ്ങനെ. എസ്പെഷ്യലി മൈ ഡാഡ്, പപ്പയാണ് കുറേ ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഈ ഒരു ആ ഒരു റിലീജിയനെ പറ്റിയുള്ള ആ ഒരു ഭയങ്കര ഒരു ഡീപ്പ് ഡിവൈൻ തിങ്ക് പപ്പയാണ് മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നത്. ആൻഡ് താങ്ക്സ് ടു ഹിം, ഐ ലവ് ഹിം എ ലോട്ട്. അപ്പം ആൻഡ് യു ഗൈസ് ഹാവ് വൺ മോർ ഗുഡ് ന്യൂസ്. എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവമാണ് സംഭവിക്കാൻ പോണത്. എന്നെ ആഗ്രഹിച്ച് കൊതിച്ച് മോഹിച്ചൊരു സംഭവമാണ് സംഭവിക്കാൻ പോണത്. വെരി ഫാസ്റ്റ്, എത്ര പെട്ടെന്ന് സംഭവിക്കും അത്. അപ്പോൾ ആ ഗുഡ് ന്യൂസ് എന്താണെന്നും ഞാൻ പറയാം, വരുന്ന റംദാൻ ദിവസങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് വെയിറ്റ് ഫോർ ദാറ്റ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിരിക്കും. ആൻഡ് വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഗുഡ് ന്യൂസ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഥ പറയാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ നാളെ എന്ത് ചെയ്യണമെന്നുള്ളത് മുമ്പത്തെ ദിവസം കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് മൈൻഡിൽ തന്നെ ഒരു ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഹയാത്തിൽ ഉറങ്ങി എനിക്കാണെങ്കിൽ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ്ങും പിന്നെ കുറച്ച് പ്ലാനിങ്സ്, റംദാനുള്ള പ്ലാനിങ്സൊക്കെ ചെയ്യാനുണ്ട്. ലൈക്ക് വ്ളോഗ്സ് ഇടണം. അല്ലാതെ എനിക്ക് ഇത്ര വർഷം ഞാൻ ചെയ്യുമ്പോൾ ഐ വാസ് നോട്ട് ഇൻ ടു ദ ബിസിനസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് വ്ളോഗ് ചെയ്യണം ആൻഡ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈദിൻ്റെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞ് ഐ തിങ്ക് ഒരു 1 to 2 weeks മുമ്പ് തന്നെ ഈദ് പർച്ചേസ് എല്ലാവരും ചെയ്യാൻ തുടങ്ങി. സോ ബൾക്കായിട്ടാണ് ഡെയിലി നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 നേരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോർണിംഗ് 3 PM ആൻഡ് 7 PM 3 കൊറിയേഴ്സാണ്, 3 ടൈമിലാണ് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ബൾക്ക് ഓർഡേഴ്സാണ് മാഷാ അല്ലാ. അത് ബൾക്കായിട്ട് ഇത്രയും അധികം ബൾക്കായിട്ട്
ഇപ്പോൾ വരാൻ തുടങ്ങിയത്. നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ഇരട്ടി ഡബിൾ ആവാൻ തുടങ്ങി. ബിക്കോസ് ഐ എം ടേക്കിംഗ് ദ വാട്സപ്പ് ഓർഡർ ആൾസോ നൗ. അതിന് വേറെ തന്നെ സ്റ്റാഫ് ഉണ്ട്, അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ വിചാരിച്ച വെബ്സൈറ്റ് മാത്രം മതി. ബിക്കോസ് വാട്സാപ്പിൽ ഇങ്ങനെ വരുമ്പോൾ സ്റ്റാഫ്സിന് ഭയങ്കര ടഫാണ്. ഇത് വാട്സാപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരും മേടിക്കണമെന്നില്ലല്ലോ. ഭയങ്കര ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർ മേടിക്കുകയില്ല. ചില ആൾക്കാർ മേടിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്റ്റാഫ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെബ്സൈറ്റിലാകുമ്പോൾ വേണമെന്നുള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും. മനസ്സിലായില്ല, അതിൽ നമുക്ക് അത്ര ഹെഡേക്ക് ഇല്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇതും ചെയ്യാം. ബിക്കോസ് ചില ആൾക്കാർക്ക് ഈ വെബ്സൈറ്റ് എന്താണ്, അതിൽ കയറി എങ്ങനെ സെർച്ച് ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ബട്ട് സ്റ്റിൽ അവർക്ക് നമ്മുടെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ DMs ഒക്കെ വരാൻ തുടങ്ങി. സോ ഐ തോട്ട് അവർക്കും മേടിക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് അറേഞ്ച്ഡ് എ ഡിഫറെൻറ്റ് സ്റ്റാഫ് ഫോർ ദാറ്റ്. വേറെ തന്നെ സ്റ്റാഫാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് ഇറക്കുമ്പോഴാണെങ്കിൽ ഇവിടുത്തെ ഞാൻ പറയും, എനിക്ക് എല്ലാ പേജസിലൊക്കെ കാണുന്ന പോലെ, ഇപ്പോൾ ഇഫ് സംതിങ് ഈസ് ട്രെൻഡി, ഇപ്പോൾ ഒരു കാര്യം ട്രെൻഡി ആവണമെങ്കിൽ അത് എല്ലാ പേജസിലും കാണും. എനിക്ക് അങ്ങനെ ഇറക്കണ്ട. എനിക്ക് ആരോടും ഇല്ലാത്ത ഫ്യൂ മോഡൽസ് നമുക്ക് വേറെ ടൈപ്പ് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ഒരു യൂണിഫോമിറ്റി വേണ്ട. അപ്പോൾ നമ്മുടെ പേജസിലുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് അറ്റ് അഫോർഡബിൾ സൽവാസൊക്കെ ആയിരിക്കും. ഇപ്പോൾ വെസ്റ്റേൺ വെയറും സ്റ്റോക്ക് വരുന്നുണ്ട്. ബേബി സ്റ്റോക്ക് ഇറക്കാൻ പോയിരിക്കുകയാണ്. എത്നിക്സ്, വെസ്റ്റേൺസ്, ജുവൽസ് എല്ലാം. അപ്പോൾ വിതിൻ 2-3 days അതും സ്റ്റോക്ക് വരും. അപ്പോൾ ഇപ്പോൾ ഉള്ളതും നല്ല അടിപൊളി സൽവാസൊക്കെയാണ്. സോ നിങ്ങളത് ബൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യു ക്യാൻ ബൈ ത്രൂ വാട്സപ്പ് ആൾസോ. ഞാൻ നമ്പർ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഫർമേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ക്ലീനിങ് വീഡിയോ. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമേ എൻ്റെ റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേറൊരു റീസൺ കൂടെ ഉണ്ട്. എനിക്ക് അപ്പോൾ ഇങ്ങനെ ജലദോഷം ഇതൊക്കെ വരുമല്ലോ, അലർജിയൊക്കെ. സോ ബേബി എയർ പ്യൂരിഫയർ ഓർഡർ ചെയ്തിട്ടുണ്ട് റൂമിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും പൊടിയൊക്കെ ഉണ്ടാവില്ലല്ലോ, ക്ലീനായിട്ടിരിക്കും. പിന്നെ ഇപ്പം തന്നെ പറക്കുന്നുണ്ട്. എനിക്കും കുറച്ച് ആശ്വാസം കിട്ടിയല്ലോ. രാവിലെ എപ്പോഴും ഞാൻ തുമ്മിക്കൊണ്ട് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് എനിക്കണേ, അലർജിയൊക്കെ കൂടിയിട്ട്. സോ വി ഓർഡർ ദാറ്റ്. അപ്പോൾ അത് നാളെ എത്തും, മൺഡേ എത്തും. അപ്പോൾ ഇന്ന് ഫുള്ളൊന്ന് വാക്യൂം ചെയ്യാൻ ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തോട്ട് അതിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ റൂമൊന്ന് ഫസ്റ്റ് ഫുള്ള് ക്ലീൻ ആക്കണത്. പിന്നെ അടിച്ചെടുത്ത് തുടച്ചാൽ കഴിഞ്ഞു റൂമിലത്തെ കാര്യം. പിന്നെ പുറത്തൊക്കെ ചെയ്തിട്ട് വേണം താഴെ പോകാൻ. അപ്പോൾ നമുക്ക് അടിച്ചിടാം.
ഗൈസ് ഞാനവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മണം. ആഹാ, എനിക്ക് ആ മണം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു സോന എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരിക്കും അടിപൊളി ഐറ്റം. അപ്പോൾ ഞാൻ താഴെ വന്നു. അപ്പോൾ സോന എന്താ ഉണ്ടാക്കണേ നിങ്ങളും കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പകുതി ഷൂട്ട് ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യണത്. എനിക്ക് ആ വാക്യൂം ചെയ്യണത് തന്നെ ഭയങ്കര പാടാണ്. പൊടിയൊക്കെ കൊണ്ട് എനിക്ക് അസ്വസ്ഥ എടുക്കണമായിരുന്നു. ഹായ്, വാട്ട് ആർ യു ഈറ്റിംഗ്? Oh, who gave you that, mommy? Let's go. Okay. അപ്പോൾ സോനുത്ത മഞ്ഞ കിളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കിളി. സോ എനിക്ക് നല്ല മണം വന്നിട്ടാണ് ആ താഴെ വന്നത്. എന്നാണ് ഉണ്ടാക്കാൻ പോണേ പറയൂ. ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓ, ഇന്നലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ചിക്കൻ കറി ആയിരുന്നു, അതൊക്കെ തീരാറായി. കബാബ് ഞാൻ കഴിച്ചില്ലായിരുന്നു. നല്ല കബാബും വെച്ചിട്ടുണ്ടായിരുന്നു, കബാബ് കഴിച്ചില്ല. അപ്പോൾ ബാക്കി വന്ന കബാബോടെ പൊളിച്ച് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് സോനു, മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. എന്തൊക്കെയുണ്ട് ഇതിൽ? റോസ്റ്റുകളെല്ലാം ഉണ്ട്. പറ 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 പറ. ഇതിൽ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി അടക്കം മടിയാവുന്ന പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഗുഡ് ഗേൾ. ഓ, ഉള്ളിട്ട് അതിന് മടി ഉണ്ടായിരുന്നില്ല. ജിഞ്ചർ ഗാർലിക് കിട്ടുമായിരിക്കും. അപ്പോ അതിട്ട് പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ തന്നെ. ഓക്കെ, എല്ലാം ഇട്ട് പൊടികൾ ഇട്ടായിരുന്നെങ്കിൽ നമ്മൾ പൊരിച്ച എണ്ണയിലാണ് ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വാട്ടും. ഓക്കെ. അപ്പൊ പൊടികളൊന്നും വേണ്ട റോസ്റ്റിന്? എല്ലാം ഇടും. മല്ലിപ്പൊടി, ഗരം മസാല, ടർമറിക്, ചില്ലി എല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് വാറ്റി വഴും. അതാ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കൂലേ, നമ്മൾ റോസ്റ്റ് എഗ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, അതേ അളവിൽ തന്നെ ചിക്കൻ മസാലപ്പൊടികൾ. ഓക്കെ. അപ്പൊ അതൊക്കെയാണ്. ഇവിടെ നമ്മളെ ചോറ് തിളക്കുന്നുണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്. പിന്നെ ബേബിക്ക് കുറച്ച് ചിക്കൻ കറി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബേബി ഇപ്പോൾ ഒരു 2:30 ആകുമ്പോൾ റീച്ച് ആവും. സ്റ്റോക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് തീരുന്നു. പാവ ബേബിക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ ബേബി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ദാൽ വേണ്ട, ഇത് മതി, മതി. അപ്പോൾ എനിക്കും ഇന്ന് ടൈമില്ല. ബിക്കോസ് ഐ എം പ്ലാനിങ് ടു ക്ലീൻ ഹാൾ. നമ്മുടെ മിഡ് ഹാളും ഇന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കിച്ചന് ഇപ്പം നാളെ മുമ്പായെങ്കിൽ അതിൻ്റെ ഒരു ദിവസം മുമ്പ് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ആവും. അതുകൊണ്ട് ഐ എം നോട്ട് ടേക്കിംഗ് ദാറ്റ് റിസ്ക്. അപ്പോൾ ഇന്ന് ഞാൻ മുകളിലൊക്കെ ക്ലീൻ ആക്കി ഇനി ഇവിടെ മിഡിൽ ഹാൾ, ഡൈനിങ് ടേബിളുള്ള ഹാളും ഒന്ന് ക്ലിയർ ചെയ്യണം. അത് മാക്സിമം വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അന്ന് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളത് ഒന്നുകൂടെ മാറ്റിയിട്ട് പക്കാക്കി വെക്കണം. ബിക്കോസ് ടുമാറോ വി ആർ ഗോയിങ് ഫോർ ഈദ് ഷോപ്പ്. ഈദ് എന്ന് റമദാൻ ഷോപ്പിംഗ്. Show mama which what this meow meow dance ആയിരുന്ന പയ്യം എബു meow 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 show them. ഇതെന്താണ്? എങ്ങനെയാണ്? show them. Stand properly എബു. Dance. ക്യാമറ തിന്നു തോന്നുന്നു. അതൊരു ട്രെൻഡാണോ ഇൻസ്റ്റഗ്രാമിൽ? അപ്പോൾ ഇനി സോനു ആ റോസ്റ്റ് ഉണ്ടാക്കട്ടെ. നമുക്ക് ഫൈനൽ എന്തായിരുന്നു നോക്കാം. ഞാൻ ഇനി ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഗൈസ് അങ്ങനെ മുകളിലത്തെ പണിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി വാഷ് ആക്കാനുണ്ട്. അത് ഞാൻ കുളിക്കുമ്പോഴേ ചെയ്യുള്ളൂ. വാഷ് ചെയ്ത് ഐ ഗെറ്റ് ഫ്രഷ്. അതിന് മുമ്പ് താഴെ ഹാളും ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഡൈനിങ് ടേബിളിൽ
ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യും, നീറ്റാക്കി വെക്കും. പക്ഷെ എല്ലാ ചവരും വന്ന് കയറുന്നത് ഡൈനിങ് ടേബിളിലാണ്. എത്ര പറഞ്ഞാലും ഡൈനിങ് ടേബിളിൽ തന്നെ അത് വരുള്ളൂ എല്ലാവരും ഐറ്റംസ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒതുക്കണമെന്ന്. എന്നിട്ട് എല്ലാവരും അടുത്ത് പറയണം ദയവായിട്ട് ഇനി ഡൈനിങ് ടേബിളിലൊന്നും കൊണ്ടുവന്ന് വെക്കല്ലേ എന്ന്. ബിക്കോസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. സ്പീക്കറുണ്ട്, മെഡിക്കൽ ബോക്സ് ഉണ്ട്, ബുക്സ്, വെയിങ് മെഷീൻസ് പോലും ഇവിടെ ഉണ്ട്. വെയിങ് മെഷീനൊക്കെ കാണുമ്പോൾ വിചാരിക്കണം നമ്മൾ പ്രോപ്പർ ഡയറ്റിംഗ് ആണ്, ഫുള്ള് തൂക്കിയിട്ടേ നമ്മൾ കഴിക്കുള്ളൂ എന്ന്. അങ്ങനെ നല്ല ഗൈസ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ട്രൈപോഡ് സമയത്ത് ഇങ്ങനെ എടുത്തതാണ്. ബാക്കിൽ ഒരാളുടെ കുർത്തക്കേട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഞാൻ ക്ലീൻ ചെയ്യുന്നതും കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഐ വിഷ് നോമ്പിന് മൊത്തം എൻ്റെ ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഉണ്ടാവും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നീറ്റായിട്ട്. അങ്ങനെ മുംബൈയിൽ നിന്നും ബഷീർ ഭായ് എത്തിയിരിക്കുകയാണ്. രാവിലോട്ട് പറഞ്ഞിട്ടുണ്ട് ലെറ്റ്സ് ഗോ ടാറ്റാന്ന്. എന്നിട്ട് ഞാൻ ഡാഡാ കം കാർ എന്നൊക്കെ പറയുമ്പോ ആ കാർ we have tomato. Okay, tomato. Thank you. We have tomato. Okay. Captain America, Dada. Dada t-shirt in the back. Captain America. You want a Captain America, boo? Huh? Let's go. വന്ന് പോവാന്ന് പറയണ ഡാഡ. ടാറ്റ പോവാന്ന് വാ. Let's go. കൊച്ചു ഡാഡ വരാൻ കാത്തിരിക്കുന്ന ടാറ്റ പോവാൻ. What's that? Oh my gosh. Masha and the bear. കണ്ടിട്ട് പോലുമില്ല അപ്പോഴും മനസ്സിലായി. Masha and the bear. What? What is it? ബോക്സിന് മേലെ തന്നെ മനസ്സിലായിരുന്നു. എനിക്ക് ഈ ലെറ്റർ കണ്ട് മനസ്സിലാവുന്നുണ്ടോ? Say thank you. ഞാൻ തന്നെ എത്തിപ്പോ. Oh, so funny. അവന് ഭയങ്കര ഇഷ്ടമാണ്. Let's go. Our back friend and അതെന്താണ് ഭയങ്കര കുഴപ്പമില്ല. ഇത് മാഷ ബെയർ ബയ്യ കാർ ബെയർ. കാർ ബെയർ പെട്ടി ഞങ്ങൾക്ക് കഴുകാനുള്ളതാണ്. ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ശശികളായി ഗൈസ്. ചെറിയ പെണ്ണും 2 വലിയ പെണ്ണുങ്ങളും. ഓക്കെ ഗൈസ്, ഞങ്ങൾ അന്ന് പിടിച്ചു. സോനു ട്രൈപോഡ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അതെന്താണ് ബസ് വരുമ്പോഴത്തേക്കും ഞാൻ മേളിലായിരുന്നു. അല്ല ഓപ്പൺ ആക്കി സർപ്രൈസ് സീരിയസ്ലി ആന്നേ. ബാഗിനുള്ളിൽ ബാഗാ. അയ്യേ വീതിക്കൊന്നും വേണ്ട,
എല്ലാം താഴെ വെച്ചു. അല്ല, ഓരോന്നോരോന്ന് കാണിച്ചു തരാം. എല്ലാവരും ഓ എല്ലാം കൂടി വീതിച്ചിട്ട് കാജോൾ. യപ്പോ ഇതൊക്കെ മേടിക്കാറായോ ബേബി? ബേബി ലിപ് ഓയിൽ മേടിച്ച്. ഇതെന്റെ ഉണ്ടോ? ഇത് നോക്കണ്ട. അടുത്തേക്ക് വീതിക്ക് ഒന്നും വേണ്ട, എല്ലാം താഴെ വെക്കാം. നമ്മളെല്ലാം ഒന്നിച്ച് യൂസ് ചെയ്യണം. ഇങ്ങനെ കാണിക്കാലോ. അയ്യോ ഇതെന്റെ കാണിച്ചോ? അതിനകത്ത് ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. പെർഫ്യൂം ഇത് മിക്കവാറും ബേബി എടുക്കാൻ എബ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ടീഷർട്ട്. കൊള്ളാല. അവിടെ അവിടെ എക്സൈറ്റ്മെന്റ് എനിക്ക് കാണിക്കണം കേട്ടോ. വലുതാന്ന് തോന്നുന്നു ബേബി. ഇതായിട്ടല്ലേ ഇടാറ്? രണ്ടെണ്ണം ഉള്ളൂ. ഉള്ളി പോലും കേറിയിട്ടില്ല ബേബി. ആ സുനൂടെ ഫുൾ അൺബോക്സിങ്. എനിക്ക് എന്റെ മോന്റെ എക്സൈറ്റ്മെന്റ് കാണിക്കണം കേട്ടാ. അവിടെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇത് നിങ്ങൾക്കുള്ളത്. ഓ ഇറ്റ്സ് ക്യൂട്ട് പ്രിറ്റി നൈസ്. ഓ സോ നൈസ്. അതാണ് ഞാന് പതുക്കെ നിങ്ങൾക്ക് എടുത്ത് തരാന്ന് വിചാരിച്ചാ. പിന്നെ അത് നല്ലുണ്ട് ഹലോ കിറ്റി ഫാൻസ്. എന്ത് ക്യൂട്ട് ക്യൂട്ടാണ്. വാവ് നൈസ് റിയലി പ്രിറ്റി. അടിപൊളി. നടത്തത് What is that? Oh, key much. അടിപൊളി. Thank you so much. Oh my god. You bought us so much. Thank you. ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ഞാനൊന്നും പതുക്കെ എനിക്ക് ഇങ്ങനെ ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. നിനക്ക് പതുക്കെ ഓരോന്നെടുത്ത് എന്നോന്ന് വിചാരിച്ചാ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ക്യാമറ ഉണ്ട്. അവർക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് ശരിയെന്നാ ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്യാം. ഈ ടീഷർട്സും മറ്റേ ഹലോ കിറ്റി സോ നൈസ്. ഭയങ്കര ക്യൂട്ട്. നല്ല രസമുണ്ട്. ബാബാ ഉള്ളി കയറാം. ഭയങ്കര ചൂട്. ഞാൻ ഫുൾ റമദാൻ ക്ലീനിങ്ങിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓടി വന്നത്. മേക്കപ്പ് ഒക്കെ മേടിച്ചു. ഞാൻ എന്റേതായ ഒരു മൈൻഡിൽ എടുത്തതാ. കുഴപ്പമില്ല മേടിച്ചല്ല. Okay, let's get inside. കളർ അവരിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചത് കാണിക്കുമല്ലോ. അതിലിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട നോക്കി ഇങ്ങനെ എടുത്തതാ. ഇത് നല്ല 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 രസമുണ്ട്. നല്ലുണ്ട്. ഇത് എന്റെ മോനൊന്ന് കാണിക്കട്ടെ. അവനോട് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞു. പയ്യാണ് പൊട്ടിച്ചെന്ന്. You are happy? You got Masha at the back? What is that? Toys? Oh, Masha. Masha and the bear. Bear is big. Oh, ഭയങ്കര എക്സൈറ്റഡ്. ഭയ്യ ഫിക്സ് ആക്കണുണ്ടല്ലോ. Shoes ഒക്കെ ഇട്ട് കൊടുക്കണം Masha. Look at this shade guys. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അടിപൊളി. സോനുണ്ട് പൊളിയല്ലേ? എനിക്കും ഇഷ്ടമായി സോനുണ്ട്. എന്റെ പൊട്ടിച്ചിട്ടില്ല കേട്ടാ. ഞാനത് ഇന്നലെ കൊറേ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോഴ് എനിക്ക് കൺഫ്യൂസ് ആയിപ്പോയി. പിന്നെ എനിക്ക് കൊള്ളാന്ന് തോന്നി ഏറ്റവും നല്ല രണ്ടെണ്ണം നോക്കി എടുത്ത. നിന്റെ പെർഫ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നമ്മുടെ ബ്ലിങ് ബേയുടെ ആയിട്ടുണ്ട് നടക്കണുണ്ട്. കണ്ണ് കിട്ടാതിരിക്കാൻ എനിക്ക് നമ്മുടെ ബ്ലിങ് ബേയുടെ പെർഫ്യൂം എപ്പോഴും സോറി മാറിപ്പോയി. അടിക്കോ? വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി. എങ്ങനെയുണ്ട്? പക്ഷെ എനിക്ക് നിന്റത് ഇഷ്ടപ്പെട്ട്. ഇവിടെ വന്നിട്ടല്ല നിന്റത് അടിപൊളി. ഇത് നല്ലൊരു ബേബി സ്മെല്ല്. നല്ലുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ സ്മെല്ല് മാറും. സോനുന്റെ പൊളി. സോനുന്റെ നല്ല രസമുണ്ട്. ബേബി സ്മെല്ലില്ലേ? നല്ലൊരു
നല്ല സ്മെല്ല്. നല്ല സ്മെല്ല്. അത് മറ്റേ ഇതിന് കുറച്ച് ഈ ബ്ലൂ ഡാർക്ക് കുറച്ചുകൂടെ ഡാർക്ക് ഉണ്ട്. ടീഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. കിട്ടിയല്ലേ, ഹലോ കിട്ടി ഫാൻസ് ആണ്. ഞാനാണ് ആലോകിട്ട് ഇങ്ങനെ പറക്കി എടുത്തത്. ഡു യു റിമെമ്പർ, എനിക്ക് നിങ്ങൾ ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്ത ടീഷർട്ടാണ് ബിഫോർ 9 years ഹലോ കിട്ടി. അതിപ്പോഴും ഉണ്ട്. ഒരു ഗ്രേ കളറില് കേറുന്നില്ലെന്ന് ഉള്ള ഇപ്പൊ അവിടെ രണ്ടുപേര് ഫുള്ള് കളിയില്ല. ഞാൻ എക്സസ് എടുക്കാണ്ട് എസ് എടുത്തു. നന്നായി എക്സസ് എടുക്കരുത്. അല്ല, നിങ്ങൾ മേക്കപ്പ് അതും കറക്റ്റ് ഷെയ്ഡ്, എല്ലാവർക്കും സ്യൂട്ട് ആവണ ഷെയ്ഡ്. അപ്പൊ നമ്മളിനി ഒരു മൊമെന്റ് ഒക്കെ എൻജോയ് ചെയ്യട്ടെ. പർച്ചേസ് ചെയ്ത് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും മറ്റേ എന്താണ് ഷുഗർ ഇത് ആ ഒരു ഷോപ്പ് അവരിങ്ങനെ കേറി കേറിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് എന്നിട്ട് അപ്പൊ അവരിങ്ങനെ കയ്യിൽ ഇങ്ങനെ വരച്ച് കാണിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തരാൻ പറഞ്ഞ വരച്ചാണ്ട് അപ്പൊ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് ഷെയ്ഡ്. അതിൽ നിന്ന് ഞാൻ അപ്പൊ ഇത് കുടിച്ച പോകൂലി അത് മറ്റേ സാധനം Guys, baby is going to China this month. അതാണ് ചൈനയിലേക്ക് പോകണേ. ഞങ്ങൾക്ക് 25th പോകും. ഇൻഷാല്ലാ 25th കുറച്ച് പരിപാടി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25th എന്തായാലും ആ പരിപാടിയാണ് നിങ്ങൾ കാണണ്ടേ. കുറച്ച് പരിപാടി എന്നൊക്കെ പറഞ്ഞ പരിപാടിയാണ് കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകും. അപ്പൊ പോയ മുമ്പ് ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. Baby, what happened? What happened? Hey. So guys, ഇതാണ് ബേബി കൊണ്ടുവന്ന ലിപ് ഷെയ്ഡ്. ഇറ്റ്സ് റിയലി പ്രിറ്റി. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവണ പോലത്തെ ഒരു ലിപ് ഷെയ്ഡ് ആണ്. ഇറ്റ്സ് ഗുഡ് റൈറ്റ്. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമുക്കൊരു ബ്രൈറ്റ് ഫീൽ കിട്ടും. ഇവിടെ ഒരാൾ മാഷാന്ന പേരിൽ കളി തുടങ്ങി. ഞാനും സോനും ഇട്ടു. സോനു കുറച്ച് പിഗ്മെന്റഡ് ലിപ്പ് ആയതുകൊണ്ട് കുറച്ച് കളർ ഡൽ ആവുന്നുണ്ട്. എനിക്കും സുനുന് കറക്റ്റ് ആണ്. കണ്ടു എന്റെ വേറെ സുനു കണ്ടു. സെയിം ലിപ്സ്റ്റിക്ക് ഡിഫറെന്റ് എനിക്കും അല്ല എനിക്ക് മാത്രമേ ഉള്ളൂ. മഷുവിന് സുനുവിന് വേറെയാണ്. സുനുവിന് കുറച്ച് ഡാർക്കാണല്ലോ. ഞാൻ 3 ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും. സുനുവിന്റെ ഡാർക്ക്, മഷുവിനൊരു മാവ കളറ്, എനിക്ക് വേറൊരു കളറ് മാവന്റെ. അപ്പൊ 3 ലിപ്സ്റ്റിക് മേടിക്കണ കാര്യമില്ല ഗൈസ്. ഒറ്റ ലിപ്സ്റ്റിക്കിൽ നമുക്ക് 3 പേർക്ക് ഇടാൻ പറ്റും. ഡിഫറെന്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും. ഹാപ്പി സർപ്രൈസ് എന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. ഒട്ടും എക്സ്പെക്ട് ആക്കിയില്ല, ഒട്ടും. ബിക്കോസ് ഷോപ്പിംഗ് ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചോറ്, ചിക്കൻ കറി പറഞ്ഞ ഇവർ ചിക്കൻ കറി കേൾക്കും. ഞാൻ ചിക്കൻ കറി പറഞ്ഞ ഇവർ ചിക്കൻ കറി കേൾക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം ഈ ഒരു സന്തോഷത്തിൽ. എന്താ പകുതി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ മതി. കിച്ചണൊക്കെ നമ്മൾ നോമ്പിൻ്റെ മുമ്പത്തെ ദിവസമായിരിക്കും ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റൊക്കെ തിന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, വരൂ നമുക്ക് ലഞ്ച് കഴിക്കാം. ഇപ്പൊ സൈഗു വെബ് മാത്രമല്ല, അവരുടെ കൂടെ സോനു അവിടെ ഇരുന്നിട്ട് കാറിൽ കളിയായി. അപ്പോൾ ഐ തോട്ട് ലുക്ക് അറ്റ് ദിസ് ലിപ് ഷെയ്ഡ് ഇസ് ടു ഗുഡ്. മാഷാഅല്ലാ. Zero makeup on the face, പക്ഷേ only lipstick, but it's looking bright on the skin. അപ്പോൾ ബേബിയുടെ മൈൻഡ് വേർഡ്സ് അതല്ലടി എൻ്റെ ക്രീമാണ് ബ്രൈറ്റ്നെസ് തോന്നി കാലറീസ്. അപ്പോൾ ബേബി അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. സോനു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഈസ് ഹിയർ. ആകെ 2 ദിവസമുള്ള മുംബൈയിൽ പോയിട്ട് നിന്നത്. പക്ഷെ അത് ഈ റൈസ് മിസ് ചെയ്യുന്നു. നിങ്ങൾക്ക് റൈസ്, ബട്ട് വി മിസ്ഡ് യു. ബേബി ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനൊക്കെ കൊണ്ടുപോകണത് മിസ്സായി ഭയങ്കരമായിട്ട്. മിസ് ചെയ്യാൻ പോണല്ലോ. സീരിയസ്ലി ചൈനയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. ഗായ്സ്, നിങ്ങൾക്ക് ജ്വല്ലറി, ഡ്രസ് ഐറ്റംസ് എല്ലാം ബേബി ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യും. സോ ഇഫ് യു ആർ എ ബൊട്ടിക് ഓണർ ഓർ ജ്വല്ലറി ബിസിനസ് ചെയ്യണവരാണെങ്കിൽ
നിങ്ങൾക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അയ്യോ എങ്ങനെയാണ് നമുക്ക് ഇമ്പോർട്ടഡ് ഐറ്റംസൊക്കെ എത്തിക്കണത്, അവിടുത്തെ കളക്ഷൻ ടു ഗുഡ്, ബ്ലിംബയിലുള്ള കളക്ഷൻസൊക്കെ അടിപൊളിയാണല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഫിറ്റ് ചെക്ക് വെസ്റ്റേൺ വെയർസിൻ്റെ ഐറ്റംസൊക്കെ കിടിലാണല്ലോ, നമുക്കും ഇങ്ങനത്തെ വേണം നമ്മുടെ ബുട്ടിക്കിൽ എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മൈ ഹസ്ബൻഡ്. യെസ്, ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഈ നമ്പർ, എൻ്റെ ചൈനയിലെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർ ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ കണ്ടീഷൻസ് പറയാം. പിന്നെ ഹോൾസെയിൽ വില ആദ്യം ചോദിച്ചിട്ട് ആരും എനിക്ക് മെസ്സേജ് ചെയ്യണ്ട, ഞാനത് പറയില്ല. എൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ പേയ്മെൻറ്റിന് ഒരു മിനിമം പേയ്മെൻറ്റ് ഉണ്ട് പർച്ചേസ് ചെയ്യണം. ആ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമുള്ള ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് പറയുള്ളൂ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വില അറിയാൻ വേണ്ടി ഒരുപാട് പേര് മെസ്സേജ് അയക്കും. അതിനത്ര അത് ബാക്കിയുള്ള കച്ചവടക്കാരെ അത് ബാധിക്കും അതിൻ്റെ വില അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് ജെന്യൂനാണ് ഒരു പേയ്മെൻറ്റ് എന്തായാലും വാങ്ങിക്കാനുള്ളവരാണെങ്കിൽ പേയ്മെൻറ്റ് എന്തായാലും ചെയ്യും. ഇപ്പോൾ ജെന്യൂനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രൈസ് പറയുള്ളൂ. ഇത് എൻ്റെ റൂൾസ് ആണ്, ബാക്കിയുള്ള റൂൾസ് അല്ല, എൻ്റെ ടേംസ് ആണ്. അതിന് റെഡി ആയിട്ടുള്ളവർ മാത്രം മെസ്സേജ് ചെയ്താൽ മതി. ഇനി അയ്യോ എന്താണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട, എൻ്റെ ടേംസിനാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സോറി, പോയി. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ബേബിയുടെ നമ്പർ തരും ബിസിനസ്സിൻ്റെ, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഓൾറെഡി അതിൽ ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചൈനീസ് ന്യൂ ഇയർ ആണ്, ഇപ്പം ഞാൻ കൊച്ചിയിലാണുള്ളത്, ഞാൻ പോകുമ്പോഴത്തേക്കും വീഡിയോ ചെയ്യും അല്ലെങ്കിൽ അപ്പോൾ അതിൽ പറയാം, അപ്പം എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, എനിക്ക് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളവർ എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചാൽ മതി. മിക്കവാറും ഇന്ന് മുതൽ ഈ വീഡിയോ അപ്ലോഡാണ്, അവിടെ മുതൽ വാട്സപ്പ് ആക്റ്റീവ് ആയിരിക്കും, ഓർഡർ എടുക്കാൻ തുടങ്ങും. ബിക്കോസ് സോ ഫാർ ഇപ്പം മെസ്സേജ് കണ്ണമനം വന്നിട്ടുണ്ട്. ബേബി ആർക്കും അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായില്ല. ബിക്കോസ് ബേബി ഇസ് ലൈക്ക് വൺസ് പോണ ടൈം ചാറ്റ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഇനി ബേബി പോവാറാവ ടൈമിൽ റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി പോവാറായി. അപ്പോൾ യാ, ഡു കോൺടാക്ട് ഹിം ഫോർ മോർ ഡീറ്റെയിൽസ്. നമ്മളിനി ഫുഡൊക്കെ കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. സോ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു. ബേബി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ബേബി എണീച്ചിട്ട് വേണം നല്ല ചായ ഒക്കെ കുടിക്കാൻ പോകാൻ. ബേബി ഇല്ലാത്തപ്പോൾ മെയിനായിട്ട് മിസ് ചെയ്തത് അതായിരുന്നു. ഞാനിപ്പോൾ ബേബി കൊന്ന ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഒരു ഗ്ലോസി സാധനമായിട്ട് എനിക്കിഷ്ടമായി. ആൻഡ് എൻ്റെ ഒതുക്കലൊക്കെ കഴിഞ്ഞു, റൂമിലത്തെ ഒക്കെ മുകളിൽ, പിന്നെ ഇവിടെ ഹാളൊക്കെ ഒതുക്കി. അപ്പോൾ ആ ടൈമിൽ സോനു നല്ല മനസ്സ് വന്നിട്ട്, സോനൊരു മോട്ടിവേഷൻ വന്നിട്ട് സോനുൻ്റെ ഡ്രസ്സുകളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. സോനുൻ്റെ കണ്ടമാന സൽവാർസ്. എന്നിട്ട് സോനു പറയും എനിക്ക് ഡ്രസ്സില്ല ഇടാൻ, എന്താണ് എല്ലാം മൂലക്കേറ്റി വെച്ചേക്കിടാണ്. ഓൾറെഡി ഈ ബാഗിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ച്, ഉണ്ടല്ലേ, ഫുൾ പാർട്ടി വെയർസ് ആണ്. ഇതിൽ സോനുൻ്റെ അല്ലേ? അല്ലല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 1-2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുക്കണം. ചിലതൊക്കെ ഇങ്ങനെ ആയിരിക്കും, നമ്മൾ ഒരു വൈബിന് തയ്ക്കും എന്നിട്ട് നമ്മൾ ഇടൂല. നല്ല യെല്ലോ കളർ ഡ്രസ്സല്ലേ. ചിലപ്പോൾ ഞാൻ ഇതെല്ലാം എൻ്റെ സ്റ്റോറീസിൽ ത്രിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇൻഷാല്ല. ഇതൊക്കെ ഒരു 2000-3000 റേഞ്ചിൽ വരുന്ന സൽവാസൊക്കെയാണ്. നമ്മൾ ചെറിയൊരു റേറ്റ് ഇട്ടിട്ട് അഫോർഡബിൾ ആക്കാൻ പറ്റണ പോലെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ലൈറ്റില്ല, നാച്ചുറൽ ലൈറ്റിൽ എടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ ഈ ഐറ്റംസൊക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ ഡെയിലി എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യാം. ഇറ്റ്സ് ടു ഹോട്ട്, ഓ മൈ ഗാഡ്, ഇറ്റ്സ് ടു ഹോട്ട്, ഇറ്റ്സ് ടു ബ്രൈറ്റ്. ഓക്കെ, അപ്പോൾ സോനു ഇതൊക്കെ സെറ്റാക്കിയിട്ട് സോനു മാറ്റി വെക്കാനുള്ളതൊക്കെ എനിക്ക് തരും. അപ്പം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ ബയ്യ എണീച്ചല്ലേ എബുണ്ടേ? ബയ്യ എടുത്ത് ഇമ്മെടുത്ത് കളിക്കണേ ഒളിച്ച്. വെർ ഈസ് എബു? ബയ്യ സെർച്ച് എബു. ബയ്യ ഉറക്കമായിരുന്നു. സെർച്ച് എബു. ആ ബേറിനിട്ട് പഞ്ഞിക്കിരുന്നാണ് പാവം. പാവല്ലേ ബേർ. അതന്നെ കുളിപ്പിക്കണായിരുന്നു. ആഹാ, നോ നോ നോ. അപ്പോ എത്ര ഡ്രസ് നമുക്ക് കിട്ടും നോക്കാം. ഇനോഗ്രേഷൻ ഐ ഡോണ്ട് തിങ്ക് സോ. വേറെ കളേഴ്സ് ഉണ്ടാവും ചിലപ്പോ.
Yes, it's from Fit Check Ethnics. തല തിരിഞ്ഞു പോയി. Ah, തല തിരിഞ്ഞാണോ? okay. കറക്റ്റാണോ? അല്ല, ഉൾട്ട പൊൾട്ടാണ്. ഉൾട്ട. Ebu, are you happy you got Masha and the bear? Masha the bear. Who gave you? Daddy. 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 Thank you, Daddy. കണ്ടാ? Thank you, Daddy. Thank you, Daddy. Daddy. എന്നെക്കാട്ട് പൊക്കമുള്ളവർക്ക് കറക്റ്റായിരിക്കും. Daddy is sleeping. Go. Daddy is sleeping. ഞാൻ ഇങ്ങനെ വെച്ചാലേ ശരിയാവുള്ളൂ. എന്റെ വയറ്റത്തിൽ അതിനൊക്കെ കുറച്ച് പൊക്കം വേണം എന്നെ പോലെ. പൊക്കമുള്ളവർക്ക് നല്ല correct. എന്നെ പോലെ പൊക്കമുള്ളവർക്ക് കറക്റ്റ്. ഒരു 2 ഇഞ്ച് 3 ഇഞ്ചോ. അതും ഇല്ലായിരുന്നു, കെട്ടിക്കഴിഞ്ഞപ്പോ പൊക്കം വെച്ച. ഞാനായിരുന്നു പൊക്കമുണ്ടായിരുന്നത്. പൊക്കം വെച്ചതാണ്. നോ ഇമ്മയുടെ ഡ്രസ്സിലൊക്കെ കയറല്ലേ. ഇതായിരുന്നു അത്. യെസ്, ഫുള്ളി വർക്ക് വന്നിട്ടുള്ള നല്ല രസമാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇതിൽ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. പിങ്ക്, റെഡ്, ഇന്നലെ പോയെന്ന് തോന്നുന്നു. പിങ്ക്, റെഡ്, ക്രീം ഒക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോ പുതിയ കളക്ഷൻ മഷൂന്റെ ഓ, ഡെയിലി സ്റ്റോക്ക് വരള പരി. അടിച്ചെടുക്കാറുണ്ട്. സോറി, അങ്ങോട്ട് വരാൻ ടൈം കിട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ പകുതി സ്റ്റോക്ക് പോയത്. അടിച്ചു മാറ്റാനുണ്ട്. നല്ല രസമാണ്. പക്ഷെ നിനക്ക് ഫിറ്റ് ചെക്ക് എത്നിക്സിന്റെ സൽവാർ ഭയങ്കര രസമാണ് ഇടുമ്പോൾ. എനിക്കും നല്ല ചേർന്നുണ്ട്. പക്ഷെ സോനു പ്രത്യേകിച്ച് കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട്. ഫിറ്റ് ചെക്ക് എത്നിക്സിന്റെ സ്റ്റൈലായി അടിപൊളിയാണ്. അത് നമ്മുടെ ഫിച്ചക്കിൽ തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ ബ്രാൻഡ് മതി. സ്കൈസ് ഇവിടെ കാണിച്ചു തരാം ഒരു ഐറ്റം. സോനുൻ്റെ കറങ്ങിയിട്ടുള്ള പിക്ക്. പിന്നെ ദിസ് ഈസ് ആ ഫാമിലി പിക്ക്. നമ്മ തായ്ലാൻഡ്, മലേഷ്യ ഇവിടെ പോയപ്പോൾ. ആൻഡ് ദിസ് ഈസ് സോനൂസ് അമ്മച്ചി. അത് ആരോ ഇതുപോലെ ഇൻസ്റ്റയിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് തന്നായിരുന്നു. അപ്പൊ ഞാനത് എന്ത് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഇങ്ങനെ വെച്ച്. അപ്പോൾ ഞാൻ ലിറ്ററലി വെയിറ്റിംഗ് ബേബി എണീക്കാൻ വേണ്ടിയിട്ട്. ബേബി ഉറങ്ങുകയാണ്. സോ എനിക്ക് ബാഡ്ലി ഐ വാണ്ട് ഗോ ഔട്ട്. നമ്മളിപ്പോൾ 3 ദിവസമായി പുറത്തൊന്ന് പോയിട്ട് ഗോ ഔട്ട് ആൻഡ് ഹാവ് സംതിങ് ലൈക്ക് കോഫി അങ്ങനെ എന്തെങ്കിലും. ഐ എം ലവിങ് ദിസ് ലിപ് ഷെയ്ഡ്. അടിപൊളി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് പിന്നെ കാണാം. എൻ്റെ ക്ലീനിങ്ങൊക്കെ പകുതി വെച്ച് പോയി. ഇനിയൊക്കെ മതി, 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം നമുക്ക്. നിങ്ങളും തുടങ്ങിക്കോളൂ. റംദാൻ മോഡാണ് ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്തോളൂ വീട്. അപ്പോൾ നമുക്കൊരു അടിപൊളി വൈബ് ഉണ്ടാവും, നല്ലൊരു സമാധാനം ഉണ്ടാവും. നോമ്പൊക്കെ പിടിക്കാൻ നല്ലൊരു മൂഡായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ക്ലീനിങ് ചെയ്തോളൂ. ചെറിയതായിട്ട് ക്ലീൻ ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് എല്ലാം അടിച്ച് തുടച്ച് എല്ലാം വെക്കും. ആൻഡ് യു ഫീൽ ദാറ്റ് ഫ്രഷ്നെസ് നോമ്പൊക്കെ പിടിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അന്ന് സൺഡേ എടുത്ത വ്ളോഗ് ഞാൻ ഇന്ന് ട്യൂസ്ഡേ ആണ് രാവിലെ എണീച്ചിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് തിരക്കായി പോയി. അന്ന് ചായ കുടിക്കാൻ പോവാമെന്ന് പറഞ്ഞില്ലേ. ലുക്ക് അറ്റ് മൈ ഐസ് ആൻഡ് ഫേസ്. എനിക്ക് അലർജി സഹിക്കാൻ പറ്റില്ല. അതിലോട്ട് ഞാൻ വരാം, അത് കിട്ടോ. അന്ന് ചായ കുടിക്കാൻ പോയില്ലേ, എന്നിട്ട് നമ്മൾ പോയി. അത് ഞാൻ വ്ളോഗ് എടുത്തില്ല. പിന്നെ നമ്മളൊരു റഫായിട്ട് പോയി എല്ലാവരുമായിട്ട് ചായ ഒക്കെ കുടിച്ച് വന്ന് സ്റ്റോക്കൊക്കെ വരാൻ ടൈമായി അപ്പോഴത്തേക്ക്. അപ്പോൾ അത് ഇറക്കലും അതിൻ്റെ തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്നാൽ എനിക്ക് എഡിറ്റ് ആക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഹാവ് ടു ഷൂട്ട്, അങ്ങനെ ഡ്രോപ്സൊക്കെ നിങ്ങളെ കാണിക്കണം. ആൻഡ് വേറെ കുറച്ച് കാര്യങ്ങൾ പ്ലാനിങ്സൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ലെഫ്റ്റ് ദിസ് വീഡിയോ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഞാൻ റംദാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കണം. ഇപ്പോഴാണെങ്കിൽ എല്ലാ ഡേയും ഏർലി മോർണിംഗ് ഇങ്ങനെ വെളുപ്പിന് എണീച്ച് ഞാൻ ഇരിക്കും. എൻ്റെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് എൻ്റെ മോർണിംഗ് സിറ്റുവേഷൻ എപ്പോഴും. ഇപ്പോൾ ടൈം ഒരു 8 o'clock ആയി. സുനു മോൾ സ്കൂളിൽ പോയി. അവർക്ക് എപ്പോഴും മോർണിംഗ് ക്ലാസ് ഉണ്ട്. സൈഗുന് 8:30 കഴിയും പോകുമ്പോൾ. സുനു ബിഫോർ 8 സുനു വിടും. ബിക്കോസ് ഷീസ് ഇൻ 10th. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടാവും. സോ ഞാൻ ഈ 4 something 5 ഒക്കെ ആമെണീച്ച് ഇവിടെ താഴെ വന്നിരിക്കല പണി. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ബ്രീത് ചെയ്യാൻ പറ്റൂല. എനിക്ക് ചുമ, പിന്നെ ജലദോഷ, തുമ്മൽ. ഇറ്റ്സ് സച്ച് എ ഇറിറ്റേറ്റിംഗ് തിങ് യുനോ. ഈ അലർജി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വി സ്നീസ് ലൈക്ക് ഹെൽ. ഒരു 10-100 പ്രാവശ്യം മോർണിംഗ് സ്നീസ് ചെയ്യും. മൂക്കും തൊണ്ടൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇറിറ്റേഷൻ വേറെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇന്ന് ഭയങ്കര ഇറിറ്റേറ്റായിരിക്കുക എനിക്ക് മധ്യ എൻ്റെ നോസിൻ്റെ സ്കിന്നൊക്കെ പൊളിഞ്ഞു പോകാൻ തുടങ്ങി. ചീറ്റി എനിക്ക് മധ്യ എത്രക്ക് റണ്ണി നോസാവും രാവിലെ തന്നെ. ഇത് ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ മാറും.
ഈ സൺറൈസൊക്കെ ആയി വെയിലൊക്കെ ഒന്ന് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ ദ തിങ് ഈസ് അതുവരെ നമ്മൾ സഫർ ചെയ്യണം. അത് ഈ ചുമക്ക് വേണ്ടി ഐ ഹാവ് ടേക്കൺ ആൻറ്റിബയോട്ടിക്സ് എന്നിട്ടും മാറിയിട്ടില്ല. ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു വൈറസാണ്, ടൈം എടുക്കും മാറാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്റ്റോപ്പ് ചെയ്യുക എല്ലാം, അത് സ്വന്തമായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു, ബൈ ഇറ്റ്സ് ഓൺ. അപ്പോൾ വെറുതെ മെഡിസിൻ കുടിച്ചിട്ട് എൻ്റെ ബോഡി സ്ട്രെയിൻ ആവണ്ടല്ലോ. ബിക്കോസ് ഇന്ന് മുതൽ ഐ ഹാവ് ടു ഡു ഡബിൾ വർക്ക്സ്, ലോട്ട്സ് ഓഫ് വർക്ക്. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് മൈ ബോഡി ടു ലൂസ് എനർജി ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഐ തോട്ട് ലെറ്റ് മി സ്റ്റോപ്പ് എവറിത്തിങ്, നാച്ചുറലായിട്ടേ പോട്ടെ. ചൂടുവെള്ളമാണ് കുടിക്കണത് ഞാൻ. ഇടയ്ക്ക് പിന്നെ പുറത്തു പോയിട്ട് കോഫി കുടിക്കാനുണ്ട്. പാല് മിൽക്ക് കണ്ടൻറ്റൊക്കെ കയറിയിട്ടാണോ ഇത് മാറാത്തതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇത് മുതലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. മുമ്പൊക്കെ വരാൻ പോകണം, കൺട്രോൾ ചെയ്ത പോലെ തന്നെ. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. ആൻഡ് യാ, ഇൻഷാല്ല ഇന്ന് വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട് ആൻഡ് ബൈ സംതിങ് ഫോർ റംദാൻ, ലൈക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഗ്ലാസ്സസ് ഒക്കെ വേണം. ഓൾ ദി സ്റ്റഫ്സ് നീഡഡ് ഫോർ റംദാൻ അതിന് പോയി പർച്ചേസ് ചെയ്യാനാണ് പ്ലാൻ. ബട്ട് ദ തിങ് ഈസ് ഇന്നും വി ഡോണ്ട് ഹാവ് ടൈം ബിക്കോസ് ഇന്ന് വേറൊരു സ്റ്റോക്ക് 2-3 സ്ഥലത്ത് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഫിഡ്ചെക്കിൻ്റെ ഫിഡ്ചെക്ക് ആൻഡ് ഫിഡ്ചെക്ക് എത്നിക്സിൻ്റെ ആൻഡ് ഇന്ന് ലാൻഡാവും. ആൻഡ് വേറെ 1-2 കാര്യങ്ങൾ ബേബി പറഞ്ഞായിരുന്നു. ഇന്നിവിടെ വീട്ടിൽ വേറെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യാനുണ്ട്. വീട്ടിലത്തെ കുറച്ച് പ്ലംബിങ് അങ്ങനത്തെ എന്തോ സംഭവങ്ങൾ അവർ വരും. ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വി ഹാവ് സംതിങ് ഗുഡ് ന്യൂസ് ഫോർ യു ഗൈസ്. ആൻഡ് നമുക്കൊരു ഗുഡ് ന്യൂസ്, അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് 2-3 കാര്യങ്ങൾ ഇന്ന് വീട്ടിൽ നമ്മൾ നിന്നാലേ അത് നടക്കുള്ളൂ. സോ ചിലപ്പോൾ ഇന്ന് പുറത്ത് പോവും, അല്ലെങ്കിൽ നൈറ്റ് ആയിരിക്കും പോകുന്നത്. എനി ഹൗ പോയേ പറ്റുള്ളൂ. ബിക്കോസ് മോസ്റ്റ്ലി നാളെ ഇല്ല നാളെ ചിലപ്പോൾ മറ്റന്നാൾ ഉറപ്പായിട്ടും നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമല്ലോ. എൻ്റെ ഒരു മോർണിംഗ് കണ്ടീഷൻ നിങ്ങളെ കാണിക്കണമായിരുന്നു. സോ ദാറ്റ്സ് വൈ ഞാൻ ഈ വൈൻഡപ്പ് എടുക്കണേ. ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു ടീ ടൈമിൽ തന്നെ എഴുതിയിട്ട് വൈൻഡപ്പ് കൊടുത്തേനെ. പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് യു ഗൈസ് ടു നോ മൈ മോർണിംഗ് റബ്ബിഷ് സിറ്റുവേഷൻ. ഐ കാൺ ബെയർ ദിസ്. ഞാൻ ഭയങ്കര ഇറിറ്റേറ്റ് ആവും, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നെ പോലെ അലർജിയും ഇങ്ങനെ ബ്രീതിങ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആണെന്ന്. ദിസ് ഇസ് എ ലൈഫ് ടൈം ഇഷ്യൂ, ഇത് മാറൂല. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എന്തോ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ പൊടിയും ഉണ്ട്. ആൻഡ് ഡോക്ടർ സേസ് പൊടിക്കൊട്ടും എക്സ്പോസ് ആവരുത് നിങ്ങൾ, പൊടിയുടെ അടുത്ത് പോകണം. പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ആയിട്ട് ആണ് എനിക്കിപ്പോൾ കൂടിയത് ആക്ച്വലി. ഐ ഹോപ്പ് ഇറ്റ് ഗെറ്റ് ബെറ്റർ ആവുമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ബിക്കോസ് എനിക്ക് റമദാൻ മാസം നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇൻഷാല്ലാ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. പക്ഷേ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചതൊന്നും അല്ല കേട്ടോ, ഫുൾ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ജസ്റ്റ് നിങ്ങളൊരു ഗ്ലിംസ് മാത്രം കാണിച്ചു. ബിക്കോസ് ഓൾ ദ ടൈം എല്ലാ അടുത്തും എനിക്ക് ക്യാമറ ഒക്കെ കൊണ്ടുപോകാൻ പറ്റൂല. ബിക്കോസ് ഞാനിപ്പോൾ 5 മിനിറ്റിൽ തീർക്കേണ്ട വർക്കാണെങ്കിൽ വിത്ത് ക്യാമറ ഐ വിൽ ടേക്ക് 15 to 20 minutes ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ കാൺ ടോക്ക് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ. നമുക്ക് റംദാൻ ഷോപ്പിംഗ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.